ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൽപ്പനയുടെ മുറിയിൽ വെച്ച് കൽപ്പനയും ഗൗതമിനെയും ഒന്നിച്ച് കാണുകയാണ് സൂര്യ. അവർ രണ്ടുപേരും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗമാണ് സൂര്യ കണ്ടുകൊണ്ടുവരുന്നത്. അത് കാണുമ്പോൾ തന്നെ സൂര്യ ആകെ തകർന്നു പോകുന്നുണ്ട്. എന്നാൽ അതിനും കൽപ്പനയ്ക്ക് സൂര്യയുടെ മുന്നിൽ ഒരു ന്യായീകരണമാണുള്ളത്. ഞാൻ വിഷമത്തോടെ നിന്നപ്പോൾ പെട്ടെന്ന് ഗൗതമനെ സമാധാനിപ്പിച്ചതാണെന്ന് പറയുന്നു. സൂര്യ അതിന് മറുപടി പറയുന്നുണ്ട്, എനിക്ക് കണ്ണിന് കാഴ്ചയൊന്നും പോയിട്ടില്ല, ഞാൻ മന്ദബുദ്ധിയൊന്നുമല്ല, എനിക്കിതൊക്കെ കണ്ടാലേ മനസ്സിലാകും. ഇതിനേക്കാൾ നിലക്ക് നല്ലത് എന്നെ കൊന്നൂടായിരുന്നോ എന്നൊക്കെ സൂര്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. കരച്ചിലും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം. എന്നാൽ അതിന് മറുപടിയായി കൽപ്പന പറയുന്നത് സൂര്യയാകെ തകർത്ത് കളയുന്ന വാക്കുകളാണ്. കൊല്ലാൻ നോക്കിയാലും ചാകില്ലല്ലോ നിങ്ങളെന്ന്. ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാ നാവുകളും പൊന്തും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കൽപ്പന എല്ലാവരുടെ മുന്നിലും കുറ്റവാളിയാണ്. ഒരു ജന്മം മുഴുവനും ഇതിനകത്ത് കിടക്കുന്ന എന്നെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അനുജൻ, അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയതിൻ്റെ ന്യായീകരണമാണെങ്കിൽ നിങ്ങൾ കേട്ടോ. ഞാനൊരു പെണ്ണാണ്, യൗവനം മാറിയിട്ടില്ലാത്തൊരു പെണ്ണ്. എൻ്റെ മനസ്സിനും ശരീരത്തിനും ആവശ്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് സാധിച്ചു തരാൻ കഴിയില്ലല്ലോ. പറ്റുമോ എന്നിങ്ങനെ കൽപ്പന ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ അവിടെ ഇരുന്ന് കരയുകയാണ് സൂര്യ. എനിക്ക് കിട്ടാവുന്നത് ഞാൻ നേടിയെടുക്കും. അതിൽ ദേഷ്യമോ പകയോ തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തോണ്ടാ, അതുകൊണ്ട് മാത്രമാണ്, മനസ്സിലാക്കിയോ എന്ന ആ ക്രൂരമായ വാക്കുകളും പറഞ്ഞ് കൽപ്പന അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് സൂര്യ. ഈ സമയം താഴെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നു. വരുണും പത്മിനിയും മുത്തശ്ശിയും പിന്നെ കൽപ്പനയും പ്രിയങ്കയും അവിടേക്ക് വന്നിരിക്കുന്നുണ്ട്. രാധികയാണ് ഭക്ഷണം വിളമ്പുന്നത്. പാചകമൊക്കെ ഏറ്റെടുത്തിട്ട് എന്താ അതൊക്കെ നിർത്തിയോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പ്രിയങ്കയോട്. എനിക്ക് വയ്യ, പിന്നെ ചേച്ചിക്ക് വല്ലാത്ത നിർബന്ധമാണ് എന്നൊക്കെ പ്രിയങ്ക പറയുന്നു. നല്ല കാര്യം, രാധിക മോളാകുമ്പോൾ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും എന്നെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ കൽപ്പനയോട് ചോദിക്കുന്നുണ്ട്, ഏടനെ കഴിക്കാൻ വിളിച്ചില്ലേ എന്ന്. സൂര്യയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതെന്താ വേണ്ടാത്തത്? ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പത്മിനി പറയുന്നുണ്ട്. ഇതെങ്ങോട്ടായി പോകുന്നത്? സൂര്യ ഇവിടെ മുറിയിലില്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, കുറച്ച് മുന്നേ അവൻ വരുണിനോട് പറഞ്ഞു മുറിയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാൻ. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് മരവിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പത്മിനി പോകുന്നു. അമ്മ തനിച്ച് പോയാൽ ഏട്ടനെ താഴെ ഇറക്കാൻ പറ്റുമോ എന്ന് രാധിക ചോദിക്കുന്നു. ഞാനും കൂടി പോയിട്ട് വരാമെന്ന് വരുൺ പറയുമ്പോൾ കൽപ്പന പറയുന്നു, ഏയ് വരുൺ അവിടെ ഇരിക്കേ, സൂര്യ ഇപ്പോൾ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വലിയ കാര്യമായിട്ട് കാണുന്നതാണല്ലോ. ഇപ്പോൾ വരുൺ പറയുന്നു, ഏതായാലും അമ്മ പോയി ചോദിച്ചിട്ട് വരട്ടെ എന്ന്. ഈ സമയം ഗൗതമും അവിടേക്ക് വരുന്നുണ്ട്. കൽപ്പന ഗൗതമിനെ എന്തോ കണ്ണ് കാണിക്കുന്നു. എവിടെയായിരുന്നു നീ വന്നിരുന്ന് കഴിക്കാൻ നോക്കുന്ന മുത്തശ്ശി ഗൗതമിനോട് പറയുന്നു. അങ്ങനെ ഗൗതമും കഴിക്കാനായി അവിടേക്ക് വന്നിരിക്കുന്നു. ഇതെന്താണ് നീ കള്ളന്മാരെ പോലെ തലയും കുനിച്ചിരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ എന്ന് മുത്തശ്ശി ഗൗതമിനോട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഗൗതം പറയുന്നുണ്ട്. രാധിക എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൽപ്പനയും ഗൗതമും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയം പത്മിനി സൂര്യയെ വിളിക്കാനായി മുറിയിലേക്ക് ചെന്നപ്പോൾ സൂര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അമ്മയെ കണ്ടപാടെ സൂര്യ പെട്ടെന്ന് കണ്ണുനീര് തുടയ്ക്കുന്നു. എന്ത് പറ്റി? എന്താ നീ കരയുന്നത് എന്നൊക്കെ ടെൻഷനോടെ അമ്മ ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് സൂര്യ. എന്താണെന്ന് അമ്മയ്ക്ക് അറിയാലോ, കുറച്ചു നേരം ഞാൻ ഇങ്ങനെ അസ്വസ്ഥമായിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അമ്മ ചോദിക്കുന്നു, പക്ഷേ നീ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ മോനെ. നോക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ എന്ന് പറയുന്നു. അമ്മയൊന്ന് ചുമ്മാതിരുന്നേ, എന്നെ ആര് വേദനിപ്പിക്കാനാ? പിന്നെ എല്ലാവരും കഴിച്ചോ എന്നൊക്കെ സൂര്യ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, ഇല്ല, നിന്നെ കാത്തിരിക്കുകയാണെന്ന്. എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നില്ല, നിങ്ങൾ കഴിച്ചോളൂ എന്ന് സൂര്യ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അമ്മ ചോറ് ഇങ്ങോട്ട് എടുത്തോണ്ട് വരട്ടെ എന്ന്. വേണ്ടാത്തോണ്ടല്ലേ അമ്മേ, കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോദിക്കുക, അപ്പോൾ തന്നാൽ മതിയെന്ന് സൂര്യ പറയുന്നു. എടാ, നിന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. സത്യം പറയാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വീണ്ടും അമ്മ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുകയാണ്. എനിക്കൊരു കുഴപ്പമില്ല, എല്ലാവരും എനിക്ക് ചുറ്റുമില്ലേ, എന്നെ ഇങ്ങനെ സഹിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നു. എല്ലാവരും എനിക്ക് ചുറ്റിലുമുണ്ട്, എന്നാലും ദൈവത്തിന് തോന്നിക്കാണും എന്തെങ്കിലും ഒരു വീഴ്ച വേണ്ടേന്ന്. അത് വല്ലാത്തൊരു വീഴ്ചയായിപ്പോയി. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് അമ്മക്കറിയാൻ നിൽക്കേണ്ടെന്നൊക്കെ സൂര്യ പറയുമ്പോൾ മുത്തശ്ശി പത്മിനിയെ വിളിക്കുന്നു. അമ്മ ചെല്ല് എന്ന് പറഞ്ഞ് സൂര്യ അമ്മയെ പറഞ്ഞയക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മ ചോറെടുത്ത് എൻ്റെ അരികിലേക്ക് വന്നാൽ മതി, എനിക്ക് വാരി തന്നാൽ മതി എന്നും സൂര്യ പറയുന്നു. അമ്മ ചെല്ല്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വരും എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞയക്കുകയാണ് സൂര്യ. വിഷമത്തോടെയാണെങ്കിലും സൂര്യ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ പത്മിനി അവിടെ നിന്ന് പോകുന്നു. വീണ്ടും ഗൗതമും കൽപ്പനയും ഒന്നിച്ചുള്ള ആ ഒരു സന്ദർഭം ഓർത്ത് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സൂര്യ. പിന്നെ കൽപ്പന പറഞ്ഞ വാക്കുകളും. പത്മിനി താഴേക്ക് വന്നപ്പോൾ എന്തായെന്ന് വരുൺ ചോദിക്കുന്നു. നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞെന്ന് പത്മിനി.
ഏട്ടൻ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങാൻ മടിച്ചിട്ടായിരിക്കുമെന്ന് പറയുമ്പോൾ പത്മിനി പറയുന്നു, അതൊന്നുമല്ല, ഏട്ടന് അവനെ നടുവിന് ചെറിയ വേദനയുണ്ട്, എപ്പോഴും വരാറുള്ളതല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സമാധാനത്തോടെ കൽപ്പനയും ഗൗതമും ഇരിക്കുന്നു. എന്നാൽ പിന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് നീ ഭക്ഷണം മോന് കൊടുക്കാൻ നോക്കുന്ന മുത്തശ്ശിയും പറയുന്നു. ഈ മൊബൈലിൽ ചില ആൾക്കാർ പരസ്യം കൊടുക്കാറില്ലേ, ഒരിക്കലും മാറാത്ത അസുഖം മാറ്റിയെന്നൊക്കെ. വരുൺ പറയുന്നു, അതൊക്കെ വെറുതെ പറയുന്നതാണ്, അവരുടെ അടുക്കൽ പോയാൽ അവർ ചികിത്സിക്കും, പക്ഷേ അവരുടെ പരീക്ഷണത്തിന് ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ നിർത്തിക്കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരെയും അങ്ങനെ പറയണ്ട, അച്ഛൻ്റെ പരിചയത്തിൽ ചില വൈദ്യന്മാരൊക്കെ ഉണ്ട്, അവർ പാരമ്പര്യമായിട്ട് ഇത്തരം ചികിത്സ നടത്തുന്നവരാണ്, അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കിയിട്ട് എന്ന് രാധിക പറയുന്നു. ഓ, ഇനിയിപ്പോൾ നിന്റെ ഉപദേശത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്നെ കൽപ്പന പറയുമ്പോൾ വരുൺ പറയുന്നു, അയാൾക്ക് അറിവുള്ള കാര്യം പറയട്ടെ ഏട്ടത്തി, അതിനിപ്പോൾ ഏട്ടത്തിക്ക് എന്താ. തർക്കിക്കാതെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന മുത്തശ്ശി പറയുന്നു. വരുണിപ്പോൾ സൂര്യ ഇപ്പോൾ എന്തും വരട്ടെ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ വീൽ ചെയർ ഉരുട്ടി താഴേക്ക് പോകാൻ ശ്രമിക്കാൻ തുടങ്ങുന്നു. കൽപ്പന പറഞ്ഞത് വീണ്ടും വീണ്ടും ഓർത്ത് വളരെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. എന്നിട്ട് വീൽ ചെയർ ഇപ്പോൾ മുന്നോട്ടേക്ക് ഉരുട്ടുകയാണ്. സ്റ്റെയറിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. അതിലൂടെ താഴെ വീഴുകയാണിപ്പോൾ. രാധിക നോക്കുമ്പോൾ സൂര്യ താഴേക്ക് വീഴുന്നു. രാധിക ഓടി അങ്ങോട്ടേക്ക് പോകുന്നു. ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. വരുണും രാധികയും അമ്മയും എല്ലാവരും കൂടി ഒരു തരത്തിൽ സൂര്യ അവിടെ എടുത്തിരുത്തുന്നു. എന്താ ഏട്ടാ ഇത് എന്ന് വരുൺ ചോദിക്കുന്നു. എന്തായി കാണിച്ചത്, എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ, എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ, രാധിക കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു എന്ന് മുത്തശ്ശി പറയുമ്പോൾ പത്മിനി ചോദിക്കുന്നുണ്ട്, നീ താഴേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്ത് പറ്റിയെന്ന്. സോറി അമ്മേ, പെട്ടെന്ന് ശ്രദ്ധ വിട്ടുപോയെന്ന് സൂര്യ പറയുന്നു. ഇനി സൂര്യയെ മുകളിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ വരുണിനോടോ ബിജുവിനോടോ ഒപ്പം പോയാൽ മതി. ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ, പ്രാണം പോയി എന്നൊക്കെ പത്മിനി പറയുന്നുണ്ട്. ചാകാൻ എനിക്ക് വിധിയില്ല എന്ന് സൂര്യയും വിഷമത്തോടെ പറയുന്നു. മതി ഏട്ടൻ ഇനി ഒന്നും പറയണ്ട, ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറയുന്നു. രാധികയുടെ ഏട്ടൻ്റെ അടുത്ത് നിൽക്കാനും പറയുന്നുണ്ട്. എല്ലാവരും കൈ കഴുകാനായി പോകുന്നു. ഇപ്പോൾ കൽപ്പനയും ഗൗതമിനെയും നോക്കുകയാണ് സൂര്യ. ആ ഒരു നോട്ടത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ് രാധികയ്ക്ക്. കൽപ്പന അങ്ങനെ മുകളിലേക്ക് പോകുന്നു, ഗൗതം മുറിയിലേക്കും പോകുന്നു. രക്ഷിക്കാൻ പാടില്ലാത്തതായിരുന്നു എൻ്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ സൂര്യ രാധികയോട് പറയുന്നു. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സൂര്യ ഇതുപോലെ തന്നെ വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് വീൽചെയറിൽ. രാധിക അതുവഴി പോകുമ്പോൾ സൂര്യ ശ്രദ്ധിക്കുന്നുണ്ട്. സൂര്യയുടെ അരികിലേക്ക് രാധിക വന്നിട്ട്, ഏട്ടാ ശരീരത്തിന് വേദനയുണ്ടോ, ഏട്ടൻ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ആലോചിക്കാൻ എന്താ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനിവിടെ ഇരിക്കുകയല്ലേ. രാധിക പറയുന്നു, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഏട്ടൻ സത്യം പറയുമോ എന്ന്. ഇന്നറിയാതെ വീണതാണോ, ഏട്ടൻ കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് ചോദിക്കുന്നു. കരുതിക്കൂട്ടിയോ, അതെന്തിനാണെന്ന് സൂര്യ. ആ വീഴ്ച കഴിഞ്ഞത് മുതൽ ഞാൻ ഏട്ടനെ ശ്രദ്ധിക്കുകയായിരുന്നു. ശരീരത്തിൻ്റെ വേദന നോക്കുന്നില്ല, ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. എന്തു പറ്റി, അതൊന്നും മോൾ അറിയണ്ട എന്നിങ്ങനെ സൂര്യ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ അറിയാത്തത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന്. മനസ്സിൽ വിഷമമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ, ഞങ്ങളൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നു. ഞാൻ അങ്ങനെയായിരുന്നു, സന്തോഷമായാലും സങ്കടമായാലും ചെറുതായാലും വലുതായാലും എല്ലാവരോടും പങ്കുവെക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം അത് പറയാൻ കഴിയില്ല, അത് എന്നെ കത്തിക്കുമ്പോൾ അത് തീർന്നോളും എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒന്നിനും കൊള്ളാത്ത ലൈഫുണ്ടല്ലോ, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് സൂര്യ. ഒന്നും കാര്യമാക്കണ്ട, മുന്നോട്ട് പോയെന്ന് ചുറ്റുമുള്ളവർക്ക് പറയാം, പക്ഷേ ശരീരവും മനസ്സും തളർന്നിരിക്കുമ്പോൾ കൂടുതലൊന്നും വേണ്ട. അവഗണനയാണ് മോളെ, കാണാത്ത ചില കാഴ്ചകൾ കണ്ടു തുടങ്ങുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോകും. വല്ലാണ്ട് മടുത്തു എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും പറയല്ലേ എന്ന് രാധിക. പറയരുതെന്ന് തോന്നും, പക്ഷേ പറ്റണ്ടേ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നു. ഇതൊന്നും ആരോടും പറയണ്ട, ഞാനെന്നും ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരാണെന്നും പറയുന്നു. എന്നിട്ട് സ്വയം വീൽ ചെയർ ഉരുട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് സൂര്യ. എന്നാൽ ഇതെല്ലാം കേട്ട് മുത്തശ്ശി അവിടെ നിൽപ്പുണ്ടായിരുന്നു. രാധിക മുത്തശ്ശിയെ കാണുന്നു. മുത്തശ്ശി വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. മോള് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി രാധികയും കൂട്ടി പോകുന്നു. മുറിയിൽ പോയിരുന്ന് കരയുകയാണ് മുത്തശ്ശി. പണവും പ്രതാപവും ചില സ്ഥലങ്ങളിൽ തോറ്റുപോകും മോളെ. അങ്ങനെ കണിമംഗലത്തുകാര് തോറ്റുപോയ സ്ഥലമാണ് അവൻ. എത്രയോ നേർച്ചകൾ, എത്രയോ സ്ഥലത്തെ ചികിത്സകൾ, ആർക്കും അവനെ തിരിച്ചു തരാൻ സാധിക്കില്ല. ഞങ്ങളാരും കരയാതിരിക്കാൻ വേണ്ടി ആ വീൽ ചെയർ ഇരുന്ന് അവൻ ചിരിക്കുന്നൊരു ചിരിയുണ്ട്. എനിക്കറിയാം അത് ഉള്ളു കരയുമ്പോൾ പുറത്ത് കാണാതിരിക്കാൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്ന്. ഇത് കേട്ട് വളരെ സങ്കടത്തോടെ രാധികയും നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.